അജിത് കുമാറിന്റെ ശബരിമലയിലേക്കുള്ള ട്രാക്ടർ യാത്രയിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. എഡിജിപിയുടെ യാത്ര ദൗർഭാഗ്യകരം. പോലീസിന്റെ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ട്രാക്ടറിലാണ് അജിത് കുമാർ യാത്ര നടത്തിയത്. ട്രാക്ടർ ഡ്രൈവർക്കെതിരെ പമ്പ പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി ഷപ്ന ചേരുകയാണ് ലീഗൽ ഡെസ്കിൽ നിന്നും. ഷപ്ന, വളരെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്, ADGP സ്ഥാനത്തുള്ള ഒരാളാണ് ഈ രീതിയിൽ ഹൈക്കോടതിയുടെ തന്നെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ശബരിമലയിലേക്ക് ട്രാക്ടർ യാത്ര നടത്തിയിരിക്കുന്നത്. കോടതി ഈ വിഷയത്തിൽ എന്ത് തുടർ നടപടി സ്വീകരിക്കാനാണ് സാധ്യത? പത്തനംതിട്ട SP-യോടും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനോടും ഇത് സംബന്ധിച്ച് കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. ഇത്തരത്തിൽ ട്രാക്ടറിൽ യാത്ര നടത്തിയത് സംബന്ധിച്ച് കോടതി വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. കാരണം സംഭവം ദൗർഭാഗ്യകരം എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിനുണ്ടോ എന്ന് കോടതി ചോദിച്ചു. അത്തരം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആംബുലൻസിലാണ് യാത്ര നടത്തേണ്ടിയിരുന്നത്, അല്ലാതെ പോലീസിൻ്റെ ചരക്കുകൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ട്രാക്ടറിൽ യാത്ര നടത്തിയത് ശരിയായില്ല, അത് നിയമവിരുദ്ധമാണ്. ഹൈക്കോടതി മുൻപ് ഉത്തരവിട്ടിട്ടുണ്ട് ഇത്തരത്തിൽ യാത്ര നടത്തരുതെന്ന്. ആ ഉത്തരവിന് വിരുദ്ധമായിട്ടാണ് ഈ നടപടി എന്നും കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഏതായാലും സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഡ്രൈവർക്കെതിരെ കേസെടുത്തു എന്നാണ്. ഈ ട്രാക്ടർ ഓടിച്ച ഡ്രൈവർക്കെതിരെയാണ് പമ്പ പോലീസ് കേസെടുത്തത് എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറാണ് ഇന്നലെ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ജൂലൈ 12, 13 തീയതികളിലാണ് ഇത്തരത്തിൽ ADGP യാത്ര നടത്തിയത്. ശബരിമലയിലേക്ക് പമ്പയിൽ നിന്ന് ആ രീതിയിൽ യാത്ര നടത്തിയതുമായി ബന്ധപ്പെട്ട് 2021 ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായിട്ടുള്ള നടപടിയായിരുന്നു എന്നായിരുന്നു ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ ഉത്തരവ്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കോടതിയെ അറിയിച്ചത് തന്നെ ഇത്തരത്തിൽ വാഹനങ്ങൾ, ഈ ട്രാക്ടർ അടക്കമുള്ള വാഹനങ്ങൾ ഈ രീതിയിൽ ഉപയോഗിക്കരുത് എന്ന് കോടതി കർശനമായ നിർദ്ദേശം നൽകണം എന്നൊരാവശ്യം ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ദേവസ്വം ബെഞ്ച് ഇത്തരത്തിൽ കടുത്ത ഭാഷയിൽ ADGPയെ വിമർശിക്കുകയും പോലീസിനോടും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനോടും ഇത് സംബന്ധിച്ച് വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ആ ട്രാക്ടർ ഡ്രൈവർക്കെതിരെ കേസെടുത്തു എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു വിചിത്രമായ മറ്റൊരു കാര്യം. ഒരു ട്രാക്ടർ ഡ്രൈവർക്ക് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ഒരു ADGPയെ പോലെ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വന്ന് കയറുമ്പോൾ എന്നുള്ളത് എല്ലാവരും ചിന്തിച്ചു പോകുന്ന കാര്യമാണ്. ഷബ്ന, മുമ്പ് ഏതായാലും ഈ സ്വാമി അയ്യപ്പൻ റോഡിൽ ട്രാക്ടറിൽ യാത്ര നടത്തരുത് എന്ന് ഹൈക്കോടതി ഉത്തരവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് എപ്പോഴാണ് അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അത് 2021 ഉത്തരവാണ്. സ്വാമി അയ്യപ്പൻ റോഡിൽ കൂടി ഈ രീതിയിൽ യാത്ര നടത്തുന്നത് നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അന്നും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നത്. ഇത്തരത്തിൽ ട്രാക്ടറിൽ യാത്ര നടത്തരുത് എന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. എന്നാൽ ആ ഉത്തരവ് ലംഘിച്ചാണ് ADGP ഈ രീതിയിൽ യാത്ര നടത്തിയത്. ഇപ്പോൾ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ പമ്പ പോലീസ് കേസെടുത്തിട്ടുള്ളത് ട്രാക്ടറുടെ ഡ്രൈവർക്കെതിരെയാണ്. ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ട്രാക്ടറിൽ കയറുമ്പോൾ ഈ ഡ്രൈവർ എന്ത് ചെയ്യണമായിരുന്നു എന്ന കാര്യത്തിൽ ആ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഏതായാലും കേസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ച് നിയമപരമായ നടപടിയാണ് സ്വീകരിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ ട്രാക്ടർ ഡ്രൈവറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. സർക്കാർ അത് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും തിങ്കളാഴ്ച ഈ ഹർജി വീണ്ടും ദേവസ്വം ബെഞ്ച് പരിഗണിക്കും. പത്തനംതിട്ട SP-യുടെയും ദേവസ്വം ബോർഡിൻ്റെയും വിശദീകരണം ഇക്കാര്യത്തിൽ ആരായുകയും ചെയ്യും. ലീഗൽ ഡെസ്കിൽ നിന്ന് ഷപ്നയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.